നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഐക്യ കേരളത്തിന് ഇന്ന് 69ാം പിറന്നാൾ. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തി. കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചതായി MLA. ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുമെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ. ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുക ഉദ്ദേശം. ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ 12-ന് വിളിച്ചു ചേർക്കുമെന്ന് നേതാക്കൾ. നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് കേരള പിറവി ദിനം. ലോകമെമ്പാടുമുള്ള മലയാളികൾ തങ്ങളുടെ പ്രിയ നാടിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തി. 1956 നവംബർ 1-ന് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ സംസ്ഥാനമാണ് കേരളം. നവംബർ 1 എല്ലാ വർഷവും കേരളപ്പിറവി ദിനമായി എല്ലാ മലയാളികളും ആഘോഷിക്കുന്നു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ രൂപീകരണം കേരളത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിലെ ഒരു നിർണായകമായ നാഴികക്കല്ലായിരുന്നു. ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള മലയാളികളുടെ നിരന്തരമായ പോരാട്ടങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരമാണ് ഓരോ കേരളപ്പിറവി ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓരോ കേരളപ്പിറവി ദിവസവും ലോകമെമ്പാടുമുള്ള മലയാളികൾ വിപുലമായി ആഘോഷിക്കുന്നു. കേരളത്തിൻ്റെ പരമ്പരാഗത വസ്ത്രമണിഞ്ഞും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും വിവിധതരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും ഈ ദിവസം ആഘോഷിക്കാറുണ്ട്. സർക്കാർ കൈപ്പിടിച്ചുയർത്തിയത് 64,006 കുടുംബങ്ങളെ. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തി. 20,648 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഇന്ന് ഭക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. ആരോഗ്യ സേവനം, മരുന്ന് ലഭ്യത, വാക്സിനേഷൻ, കൂട്ടിരിപ്പ് എന്നിവയൊക്കെ ഉറപ്പുവരുത്തി. പാലിയേറ്റീവ് കെയർ മുതൽ അവയവമാറ്റ ശസ്ത്രക്രിയ വരെ ലഭ്യമാക്കി. തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചും ജീവനോപാധികൾ നൽകിയും ഷെൽട്ടർ ഹോമുകൾ ഉറപ്പാക്കിയുമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. പുതിയ വീട് വേണ്ടവർക്കത്, ഭൂമിയും വീടും വേണ്ടവർക്കത്, വീട് പുതുക്കിപ്പണിയേണ്ടവർക്കത് എന്നിവയെല്ലാം ലഭ്യമാക്കി. ഭൂമി പതിച്ചു നൽകലടക്കമുള്ള കാര്യങ്ങൾ സുഗമമാക്കി. സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പഠന സൗകര്യം, ഗ്രാമീണ തൊഴിലുറപ്പ്, ജീവനോപാധി വിതരണം തുടങ്ങിയവയിലൂടെ ഒരിടത്തും പട്ടിണിയില്ല എന്നുറപ്പാക്കി. മുഖ്യമന്ത്രി തലം മുതൽ കൃത്യമായ മേൽനോട്ടം നടത്തിയതും ഓരോ അവസരത്തിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതും ലക്ഷ്യം കൈവരിക്കുന്നത് ദ്രുതഗതിയിലാക്കി. കേരളപ്പിറവിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നത് പല തലങ്ങളിലാണ്. മലയാള ഭാഷയെയും സംസ്കാരത്തെയും ഒത്തൊരുമയോടെ നിർത്താൻ കേരളപ്പിറവി നമ്മെ സഹായിച്ചു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 പ്രദേശങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ കൊച്ചു കേരളം രൂപപ്പെട്ടു. രണ്ടാമതായി, മലയാളികൾക്ക് അവരുടെ തനതായ രാഷ്ട്രീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകൾ വളർത്താൻ ഇത് അവസരം നൽകി. ഇന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക നീതി തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഈ ഐക്യത്തിൻ്റെ ഫലമാണ്. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷൻ വാടക കെട്ടിടത്തിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് രക്ഷ നേടുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2.40 കോടി രൂപ MLA ഫണ്ട് അനുവദിച്ചതായി ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷൻ തുടക്കം മുതൽ വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത്. ശബരിമല സീസൺ ഉൾപ്പെടെ ഫയർഫോഴ്സിന്റെ സേവനം ഈ പ്രദേശത്ത് അത്യാവശ്യമാണ്. വെള്ളം കിട്ടുന്നതും കെട്ടിട നിർമ്മാണത്തിന് യോജിച്ചതുമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള വ്യാപകമായ അന്വേഷണത്തിനൊടുവിലാണ് കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ മണ്ണാവക്കയം ഭാഗത്ത് റോഡ് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ഒഴിവാക്കി ബാക്കി വരുന്ന 17.70 സെന്റ് സ്ഥലം കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി. നിയമസഭയിൽ സബ്മിഷനും അവതരിപ്പിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്ഥലം അനുവദിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ കളക്ടറുടെ അന്തിമ ഉത്തരവ് ലഭിച്ചു. ഈ സ്ഥലത്ത് ആവശ്യമായ കെട്ടിടം പൊതുമരാമത്ത് വകുപ്പ് മുഖേന നിർമ്മിക്കുന്നതിനാണ് MLA ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എത്രയും വേഗം പുതിയ കെട്ടിടം പണിത് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ഫയർ സ്റ്റേഷൻ നിലനിർത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് വിപ്പ് അറിയിച്ചു.
44 ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന സ്റ്റേഷനിൽ ഒരു ഷിഫ്റ്റിൽ കുറഞ്ഞത് 15 മുതൽ 20 ഉദ്യോഗസ്ഥർ വരെയുണ്ടാകും. ആകെ 1500-ൽ താഴെ മാത്രം ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേഷനിൽ ഗ്യാരേജ് കഴിഞ്ഞാൽ ഓഫീസും ഒരു വിശ്രമമുറിയും അടുക്കളയും ഒരു സ്റ്റോറും ഒരു ശുചിമുറിയും മാത്രമാണുള്ളത്. ഇടുങ്ങിയ വിശ്രമമുറിയിൽ പരമാവധി 5 പേർക്ക് കിടക്കാം. രാത്രി സമയങ്ങളിൽ ബാക്കിയുള്ളവർ വിശ്രമിക്കുന്നത് അടുക്കളയിലും ഗ്യാരേജിലുമായാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ 12-ന് ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുമെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിലാണ് ഹിന്ദു പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത്. സംസ്ഥാനത്തെ സന്യാസി വര്യന്മാർ, ധർമ്മഗുരുക്കന്മാർ, താന്ത്രിക ശ്രേഷ്ഠന്മാർ, ആധ്യാത്മിക ആചാര്യന്മാർ, സപ്താഹാചാര്യന്മാർ, ആധ്യാത്മിക ഭക്തജന സംഘടനാ നേതാക്കൾ, ക്ഷേത്ര സമിതികളുടെ ഭാരവാഹികൾ, പ്രമുഖ ഹൈന്ദവ നേതാക്കൾ എന്നിവരാണ് ടെമ്പിൾ പാർലമെന്റിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടുന്ന കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കുവാൻ വേണ്ടി ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ 12-ന് എറണാകുളത്ത് വെച്ച് ഒരു ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക ആചാര്യന്മാർ, അതുപോലെ സന്യാസിവര്യന്മാർ, ധർമ്മഗുരുക്കന്മാർ, താന്ത്രിക ശ്രേഷ്ഠന്മാർ, അതുപോലെ മേൽശാന്തിമാർ, സപ്താഹ ആചാര്യന്മാർ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്നു. അതുപോലെ ക്ഷേത്ര ഉപദേശക സമിതി, ക്ഷേമസമിതി ഭാരവാഹികൾ എന്നിവരുടെ ഒരു സമ്മേളനമാണ് വിളിച്ചിരിക്കുന്നത്. ഭക്തജന സംഗമം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നതെങ്കിലും ആധികാരികമായി ഈ കാര്യങ്ങളുടെ അഭിപ്രായം പറയാൻ അവകാശപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കൂട്ടായ ആലോചന നടത്താൻ ഒരു ടെമ്പിൾ പാർലമെന്റ് എന്ന രീതിയിലാണ് വിളിച്ചിട്ടുള്ളത്. അത് രാവിലെ 10:30-ക്കാണ് ആരംഭിക്കുന്നത്. വൈകുന്നേരം 5 മണി വരെ വിവിധ വിഷയങ്ങൾ, 5 ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഒന്ന്, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒന്നുള്ള സ്വർണ്ണക്കൊള്ള, അതിനോടനുബന്ധമായി പുറത്തു വന്നിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം നടന്നിട്ടുള്ള കവർച്ചകൾ, അതുപോലെ സ്വജനപക്ഷപാതം, ഭരണക്കെടുകാര്യസ്ഥത, ക്ഷേത്ര ഭൂമികളുടെ അന്യാധീനപ്പെടൽ, വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമവും നടത്താതിരിക്കൽ, അതുപോലെ ഭക്തജനങ്ങളുടെ വരുമാനം കൊണ്ട് നടന്നു പോകുന്ന ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകൾ, ഇതെല്ലാം പൊതുജനസമക്ഷം സമർപ്പിക്കുകയും കേരളത്തിൽ അത് സജീവമായ ചർച്ച ആവണം എന്നും ഹിന്ദു സംഘടനകൾ ആഗ്രഹിക്കും. ഇപ്പൊ ശബരിമല കൊള്ളയെ സംബന്ധിച്ച ഒരു നിമിത്തം എന്നോണമാണ് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹം കോടതിയോട് റിപ്പോർട്ട് നൽകിയത്. ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ അത് പതിച്ചിട്ടുള്ള മോൾഡ് അടക്കം ചെന്നൈക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന നിർദ്ദേശം കോടതിയിൽ മുമ്പായി വെച്ചു. കോടതി സമഗ്രമായ ഒരു അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദേവസ്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർമാർ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാർ, അതുപോലെ അതുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരികയാണ് പുതിയ അന്വേഷണത്തിൻ്റെ മുറയിൽ. സ്വർണം കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ചെമ്പുപാളിയാണെന്ന് എഴുതി ചേർത്തവർ ഇപ്പോൾ സ്വർണം ഞങ്ങൾ ഉരുക്കി എടുത്തു, അത് വിറ്റു എന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി കുറ്റക്കാരൻ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണറും ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് ഭാരവാഹികളടക്കം പ്രതികളായി ഇന്ന് മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. അവരെല്ലാം പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. 1, 2, 3 തന്നെ ഓരോ ദിവസവും എന്നോണം
ഓരോരുത്തർ പ്രതിസ്ഥാനത്ത് വരുന്നു. അവർ ചേർന്ന നിരവധിയായ കുറ്റകൃത്യങ്ങൾ വരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ ആറന്മുളയിൽ 58 പവൻ കൊടുത്ത റോയൽ ഉദ്യോഗസ്ഥന്റെ സ്വർണം കാണാനില്ല, പരവച്ചിട്ടില്ല. ആഭരണ രജിസ്റ്ററിൽ നമ്പർ 4 രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഭക്തജനങ്ങൾ കാണിക്കായി കൊടുക്കുന്ന, വഴിപാടായി കൊടുക്കുന്ന സ്വർണം, അതുപോലെ മൂല്യവസ്തുക്കൾ ഇതെല്ലാം നഷ്ടപ്പെടുന്നു. ചങ്ങനാശ്ശേരി പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മേടയിൽ കോയിക്കാരം ഫാം റോഡിൽ കോൺക്രീറ്റിംഗ് നടത്തി നവീകരിച്ചതോടെ പ്രദേശവാസികളുടെയും നെൽകർഷകരുടെയും വർഷങ്ങളായ നീണ്ട യാത്രാ ക്ലേശത്തിന് പരിഹാരമായി. ജോബ് മൈക്കിൾ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. പാടശേഖരങ്ങളുടെ വശങ്ങളിൽ കൂടി കടന്നു പോകുന്ന റോഡാണ് പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ മേടയിൽ കോയിക്കാരം ഫാം റോഡ്. മഴക്കാലമായാൽ വെള്ളം കയറി ചെളി നിറഞ്ഞ് ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായിരുന്നു. നീന്തിപ്പോകേണ്ടിയിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നെൽകർഷകരും പ്രതിസന്ധി നേരിട്ടിരുന്നു. കൊയ്ത്തു കഴിഞ്ഞാൽ നെല്ല് പ്രധാന റോഡിലെത്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. റോഡ് നവീകരണം നാട്ടുകാരുടെയും കർഷകരുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ്. ജോബ് മൈക്കിൾ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം യാഥാർത്ഥ്യമാക്കിയത്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഈ പായിപ്പാട് പഞ്ചായത്തിന് നാളിതുവരെ കിട്ടാത്ത വികസനം ഒരു കാര്യത്തിൽ മാത്രമല്ല, വെള്ളത്തിന്റെ, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, കറണ്ടിന്റെ കാര്യത്തിൽ, റോഡിന്റെ കാര്യത്തിൽ. തീർച്ചയായും കോയിക്കാരൻ റോഡ് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി 27 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മളിപ്പം ഈ വർക്ക് പൂർത്തീകരിച്ചത്. അപ്പൊ അത്രയും അധികം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനൻ, വാർഡ് മെമ്പർ ഡാർലി ടേജി, 2-ാം വാർഡ് മെമ്പർ സിബിച്ചൻ ഒട്ടത്തിൽ, ബാബു കോയിക്കാരം, വേൾഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഡൊമിനിക്, ജോജൻ ചക്കാല എന്നിവർ പ്രസംഗിച്ചു. 15 കോടിയിലധികം രൂപ ഈ 4.5 വർഷക്കാലം കൊണ്ട്, ഈ MLA-യുടെ കാലാവധി ഈ 6 മാസം കൂടെ ഉള്ളൂ. ഈ 4.5 വർഷക്കാലം കൊണ്ട് ഈ ചുരുങ്ങിയ കാലയളവ് 15 കോടി രൂപ ഇത് റോഡ് വികസനത്തിനും അംഗനവാടികളുടെ കെട്ടിടത്തിനും സ്കൂൾ നവീകരണത്തിനും ഒക്കെ തന്ന തുകയാണ്. ഇത് കൂടാതെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, പൂവം, നമ്മുടെ പെരുമ്പഴക്കടോ, പാലം, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു വലിയ തുകയാണ്. ഈ കോയിക്കാരം ഭാഗത്തെ ഈ റോഡെന്ന് പറഞ്ഞാൽ പണ്ട് എന്നതായിരുന്നു, കണ്ടത്തിക്കൂടെ ഇവിടുത്തെ നിവാസികൾ നീന്തിയാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ വള്ളത്തേലും പല പ്രാവശ്യം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ MLA വന്ന് കാണുകയും അടിയന്തരമായിട്ട് ഇതിന്റെ വർക്ക് നടത്തുന്നതിന് വേണ്ടി MLA അതിന് ഫണ്ട് അനുവദിക്കുകയും അതിന് MLA തന്നെ ഒരു ഷാജി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറെ ഇവിടെ കണ്ടെത്തി. ഇത് 3-4 വീടിന്റെ പ്രശ്നമല്ല. ഈ ഇടതുവശത്ത് കാണുന്ന ഈ വലിയ ഈ ഒരു പ്രദേശം നാളെ നമ്മുടെ സിബിച്ചൻ പറഞ്ഞതുപോലെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് വളരെ രമണീയമായ ഈ ഒരു സ്ഥലത്ത് ഒത്തിരി വികസന സാധ്യതകളുണ്ട്. ഇതിന്റെ ഒരു തുടക്കമാണിത്. ഒരു വഴിയും കൂടാതെ, ഒരു തടസ്സവും പറയാതെ പൂർത്തിയാക്കാൻ എത്ര രൂപ വേണ്ടി വരും എന്ന് അന്വേഷിച്ചിട്ട് അത് ബഹുമാനപ്പെട്ട നമ്മുടെ MLA ജോബ് മൈക്കിളിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. തലനാട് ഇല്ലിക്കക്കല്ല് റൂട്ടിൽ വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ആലപ്പുഴയിൽ നിന്നും ഇല്ലിക്കക്കല്ല് സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 8 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച വാഹനം 2 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്നും തെന്നിമാറി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്ക് പറ്റിയവരെ ഇരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടീം നന്മക്കൂട്ടം പ്രവർത്തകർ, നാട്ടുകാർ, തലനാട് പഞ്ചായത്ത് അംഗങ്ങൾ, തീക്കോയി KSEB ജീവനക്കാർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പാലാ കിഴുതടിയൂരിൽ ആരംഭിച്ച വനിതാമിത്ര ഹോസ്റ്റൽ തുറന്നു. മീനച്ചിൽ താലൂക്ക് മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കും വിദ്യാർത്ഥിനികൾക്കും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ മികച്ച താമസ സൗകര്യമാണ് ലഭ്യമാവുക. പാലാ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് വനിതാമിത്ര കേന്ദ്രം 40 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ആദ്യഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ജോസ് കെ മാണി MP വനിതാമിത്ര കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ
റോസിക്കുട്ടി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മാനേജിംഗ് ഡയറക്ടർ VC ബിന്ദു, ഡയറക്ടർ പെണ്ണമ്മ ജോസഫ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വിജി ജോജോ, ഷാജു തുരുത്തൻ, ബൈജു കൊല്ലംപറമ്പിൽ, ആന്റോ പടിഞ്ഞാറേക്കര, MR രംഗൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, മുൻ ചെയർമാൻമാർ, കൗൺസിലർമാർ, വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. INTUC ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യൂസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP തോമസ് അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിയൻ മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി ജോമോൻ കുളങ്ങര, DCC ജനറൽ സെക്രട്ടറി രാജീവ് മേച്ചേരി, അശോക് മാത്യു അഞ്ചേരി, റിജി കൊളന്മാട്ട്, സിബി കൈതാരം, സണ്ണി ഏത്തക്കാടൻ, മാർട്ടിൻ സ്കറിയ, MK രാജു, അജു തെക്കേക്കര, മാർട്ടിൻ KV, മനു തൃക്കൊടിത്താനം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യക്ക് നെഹ്റുവിലൂടെ പകർന്നു കിട്ടിയ ആ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒട്ടും ചോർന്നു പോകാതെ 1966 മുതൽ 77 വരെ, പിന്നീട് 80 മുതൽ 84 വരെ ഇത്രയും ദീർഘകാലം ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ. ഇന്ദിരാഗാന്ധിയെ മദർ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഇവിടെ പറഞ്ഞ ഗരീബി ഘടകമായി എന്നുള്ള മുദ്രാവാക്യത്തിനോടൊപ്പം ഇന്ത്യയെ ഭക്ഷ്യസുരക്ഷയിലെത്തിച്ചു. എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതും എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാരത മാതാവിനുള്ള വിളിപ്പേര്. URI പീസ് സെന്ററിന്റെയും വൈസ്മെൻ ഇന്റർനാഷണൽ കവിയൂർ മുണ്ടിയപ്പള്ളി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള പിറവി ദിനം ആഘോഷിച്ചു. മുൻ MLA ജോസഫ് M പുതുശ്ശേരി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരളീയം 2025 എന്ന പേരിൽ ചങ്ങനാശ്ശേരി പായിപ്പാട് ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിലായിരുന്നു URI പീസ് സെന്ററിന്റെയും വൈസ്മെൻ കവിയൂർ മുണ്ടിയപ്പള്ളി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരള പിറവി ദിനാഘോഷം. മുൻ MLA ജോസഫ് M പുതുശ്ശേരി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കേരള തനിമ നിലനിർത്തണമെന്നും കേരളീയ സംസ്കാരത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കണമെന്നും പുതുശ്ശേരി പറഞ്ഞു. ആരോഗ്യ പരിപാലന രംഗം നമ്മൾ വളരെയേറെ നേട്ടം കൈവരിച്ച ഒരു മേഖലയാണ് സാക്ഷരത. ഇന്ത്യയിലെ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനമാണ് കേരളം. അതുപോലെ ഭൂപരിഷ്കരണ നിയമം അടക്കമുള്ള ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ, ആ നിയമനിർമ്മാണങ്ങളിൽ കേരള നിയമസഭയ്ക്ക് വലിയ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് ഇതുപോലെയുള്ള ഇന്ത്യക്ക് മാതൃകയാക്കാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുകയാണ്. ആ തർക്ക വിതർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം മാത്രം അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പല പദ്ധതികളുടെയും ആനുകൂല്യം കേരളത്തിൽ ലഭിക്കുന്നില്ല. അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ചർച്ചയെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ആവറേജ് കണക്കാക്കിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ എത്രയോ മുമ്പേ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ലക്ഷ്യം നേടി മുന്നോട്ട് പോയ ഒരു സംസ്ഥാനത്തിന് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തയ്യാറാക്കുന്ന പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നാം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ അടുത്ത ഘട്ടത്തേക്കുള്ള സഹായമാണ് നമുക്ക് ലഭിക്കുന്നത്. URI പീസ് സെന്റർ പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ എബ്രഹാം സഖറിയ അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ ഡോക്ടർ ജോസഫ് ചാക്കോ, കൺവീനർ AV ജോർജ്, വൈസ്മെൻ ഇന്റർനാഷണൽ കവിയൂർ മുണ്ടിയപ്പള്ളി ക്ലബ്ബ് പ്രസിഡന്റ് കുര്യൻ ചെറിയാൻ, സെക്രട്ടറി റോയി വർഗീസ്, ജോസഫ് ചാക്കോ, ഗവൺമെന്റ് മുസ്ലിം സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ചിത്ര C, അധ്യാപിക ശ്രുതി ശശി, PTA പ്രസിഡന്റ് നിഷാന്ത് TR എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ലീഡർ ആദം മുഹമ്മദ് മലയാള ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എന്നെ ദാഹം ശമിക്കുന്ന
നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വൈസ്മെൻ ഇന്റർനാഷണൽ കവിയൂർ മുണ്ടിയപ്പള്ളി ക്ലബ്ബ് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് LDF ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. സമ്മേളനം CPM ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വാഴപ്പള്ളി ലോക്കൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. LDFന്റെ വാഴപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ കുര്യാക്കോസ് പുന്നവേലി, കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ അലക്സാണ്ടർ, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ബോബൻ കോയിപ്പള്ളി, ബിനു ആന്റണി, പ്രതീഷ് ബാബു, ജോസഫ് ആന്റണി, MS വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു. പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന മുഖമുദ്രയുള്ള പ്രത്യേകതയുള്ള വാക്ക് പാലിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പരിമിതമായ വരുമാനം മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് വിഭവസമാഹരണം ഊർജിതപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ഈ നാട്ടിലെ എല്ലാ പേരുടെയും ഐശ്വര്യത്തിന് വേണ്ടി ഉള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റ് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയുമാണ്. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മൂന്നാം വട്ടവും നമ്മുടെ ഗവൺമെന്റ് LDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടതായിട്ടുണ്ട്. പഠനം രസകരവും ആസ്വാദകരവുമാക്കാൻ വെള്ളാവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം കുട്ടികൾക്ക് സമർപ്പിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉറപ്പാക്കാൻ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ നടപ്പാക്കിയ പ്രീ സ്കൂൾ ശാക്തീകരണ പദ്ധതിയാണ് വർണ്ണക്കൂടാരം. ഹരിത ഉദ്യാനം, വിശാലമായ കളിയിടം, ശിശു സൗഹൃദ ഇരിപ്പിടങ്ങൾ, വർണ്ണാഭമായ ക്ലാസ് മുറികൾ എന്നിവയും വായനാ ഇടം, ഗണിത ഇടം, നിരീക്ഷണ ഇടം, പാവയിടം, വരയിടം തുടങ്ങി വിവിധ കോർണറുകളിലാണ് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കുകയും അവരുടെ അക്കാദമിക, ഭൗതിക, മാനസിക ചിന്തകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ചുമർചിത്രങ്ങൾ വർണ്ണക്കൂടാരത്തിന്റെ പ്രത്യേകതയാണ്. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നിർവഹിച്ചു. നമുക്കറിയാം, കേരളത്തിലെമ്പാടും നമ്മുടെ ഈ അധ്യയന വർഷത്തിന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് ഈ സ്റ്റാർസ് എന്ന പേരിലുള്ള നമ്മുടെ ഈ വർഷം വർണ്ണക്കൂടാര പരിപാടികൾ, പദ്ധതികൾ വളരെ നല്ല നിലയിലാണ്, ഏറ്റവും ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, കുട്ടികൾക്ക് പഠനം ഒരു വലിയ സമ്മർദ്ദമായി മാറാതെ സ്കൂള് അവരുടെ മറ്റൊരു രണ്ടാമത്തെ വീടാണ് എന്നുള്ള ധാരണയിൽ അവർക്ക് പഠനത്തോടൊപ്പം തന്നെ മറ്റ് ഉല്ലാസവേളകൾ കൂടി കണ്ടെത്തുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും അതോടൊപ്പം തന്നെ പഠനത്തിലൂടെ അല്ലാതെ തന്നെ വിനോദത്തിലൂടെ അറിവ് നേടിയെടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇത്തരം വർണ്ണക്കൂടാരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വെള്ളാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അനൂപ് അധ്യക്ഷനായിരുന്നു. മാതൃക പ്രീ പ്രൈമറി ക്ലാസിന്റെ ഉദ്ഘാടനം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് K മണി നിർവഹിച്ചു. SSK കോർഡിനേറ്റർ KJ പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദവല്ലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ മോഹൻ,
റോസമ്മ കോയിപ്പുറം, ശ്രീജിത്ത് TS, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജിത്ത് KS, വാർഡ് മെമ്പർ ആതിര വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ റെജി, ഷിനിമോൾ, സിന്ധു ബിനോയ്, ബെൻസി ബൈജു, വിനോദ് G പിള്ള, രാധാകൃഷ്ണൻ B, ജയകുമാർ, BPO ബിനോയ് CS, CRC കോർഡിനേറ്റർ സുരേഷ് G, BRC ട്രെയിനർ B പ്രദീപ്, പ്രധാന അധ്യാപിക ഷീബ PS, PTA പ്രസിഡന്റ് റെനിമോൾ തോമസ്, അധ്യാപകൻ അഫ്സൽ P ഇസ്മയിൽ, മുൻ പ്രധാന അധ്യാപിക ബിന്ദു M പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പ്രൈം ന്യൂസ് പൂർണ്ണമായി. കൂടുതൽ വാർത്തകൾക്കായി ദൃശ്യ ന്യൂസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. നമസ്കാരം.